സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ എന്നുള്ള ഭാഗമാണ്. ഓക്കെ, കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കരാറിന്റെ എസെൻഷ്യൽ എലമെന്റ്സിൽ പെട്ട ഒന്നാണത് കൺസിഡറേഷൻ. ഓക്കെ, വിത്തൗട്ട് കൺസിഡറേഷൻ, കൺസിഡറേഷൻ ഇല്ലാതെ ഒരു കരാർ പൂർണ്ണമാകില്ല എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഒരു പ്രോമിസർക്ക് പ്രോമിസിയിൽ നിന്നും എന്തെങ്കിലും തിരികെ കിട്ടുകയാണെങ്കിൽ അതാണെന്ത് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ് അല്ലേ, പ്രോമിസിയുടെ കയ്യിൽ നിന്നും പ്രോമിസർക്ക് കിട്ടേണ്ടതാണത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് പ്രവൃത്തിയായിരിക്കാം, ഒരു വസ്തുവായിരിക്കാം, അങ്ങനെ എന്തുമായിരിക്കും. ഓക്കെ, വാല്യൂടെ എന്തുമാവാം, സംതിങ് ഇൻ വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ, അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത കരാറുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പറയുന്നത് ജനറൽ റൂൾ, അതായത് പൊതുവായിട്ടുള്ള ഒരു റൂൾ, തത്വം എന്ന് പറയുന്നത് എന്താണ്, ഒരു നിയമം എന്ന് പറയുന്നത് എന്താണ്? നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. കൺസിഡറേഷൻ ഇല്ല എങ്കിൽ കരാറും ഇല്ല. വിത്തൗട്ട് കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കാം, ഇത്തരത്തിൽ ഒരു കരാറ് കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വോയിഡാണ്. ശ്രദ്ധിക്കുക, നൾ ആൻഡ് വോയിഡ്. ഓക്കെ, എ കോൺട്രാക്ട് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ, കൺസിഡറേഷൻ ഇല്ലാതെയാണ് ഒരു കരാർ ഉണ്ടാകുന്നതെങ്കിൽ ആ കരാർ നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് പറയപ്പെടുന്നു. നൾ ആൻഡ് വോയിഡ്, അതായത് നൾ പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നുമില്ലാത്തത്, ഒന്നുമില്ല എന്നുള്ളതാണ്. വോയിഡ്, വോയിഡ് പറഞ്ഞാൽ വാലിഡ് അല്ല, നിയമത്താൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതാണ് വോയിഡ്. ഓക്കെ, ഇത്തരത്തിൽ ഒരു കരാർ കൺസിഡറേഷൻ ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 25-ലാണ്. ഓക്കെ, ഒരു കരാർ കൺസിഡറേഷൻ ഇല്ലാതെ വിത്തൗട്ട് കൺസിഡറേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, കൺസിഡറേഷൻ ഇല്ലാതെ ഒരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കരാർ നൾ ആൻഡ് വോയിഡ് ആണ് എന്ന് പറയപ്പെടുന്നത് സെക്ഷൻ 25-ലാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 25 പ്രകാരം കൺസിഡറേഷൻ ഇല്ലാതെ വിത്തൗട്ട് കൺസിഡറേഷൻ എ കോൺട്രാക്ട് ബിക്കംസ് നൾ ആൻഡ് വോയിഡ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. കൺസിഡറേഷൻ ഇല്ലാതെ എന്ത് ചെയ്യില്ല, നമുക്ക് കരാറുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ പോയാൽ എന്ത് ചെയ്യും, അത് നൾ ആൻഡ് വോയിഡ് ആണ്. ഇനി ശ്രദ്ധിക്കാം, എക്സെപ്ഷൻസ്. എക്സെപ്ഷൻ പറയുന്നത് എന്താണ്? ഒഴിവാക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റപ്പെട്ട സന്ദർഭങ്ങൾ. എക്സെപ്ഷണൽ കേസസ് ടു ദി ജനറൽ റൂൾ, ഈ മുകളിൽ കൊടുത്തതായ ഈ ജനറൽ റൂളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏതാണ്? നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട്. നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്ന റൂളിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ ആ റൂളിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. ഓക്കെ, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും കരാർ വാലിഡ് ആവുന്ന ഘട്ടം. ശ്രദ്ധിക്കാൻ, നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്നല്ലേ, അങ്ങനെയല്ല വരിക. അപ്പോൾ എങ്ങനെ വരിക? നോ കൺസിഡറേഷൻ കോൺട്രാക്ട് ബിക്കംസ് വാലിഡ്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും കരാർ എന്തായിട്ട് മാറും? വാലിഡ് ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും കരാർ വാലിഡ് ആയിട്ട് മാറുന്ന ചില സന്ദർഭങ്ങൾ, അതായത് മുകളിൽ നമ്മൾ പറഞ്ഞതായ പൊതുവായിട്ടുള്ള ജനറൽ റൂൾ നോ കൺസിഡറേഷൻ നോ കോൺട്രാക്ട് എന്ന റൂളിന് വിപരീതമായിട്ടുള്ള സന്ദർഭങ്ങൾ, അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ. അപ്പൊ ഈ സന്ദർഭങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കരാർ എന്താവില്ല, നള്ളും വോയിഡും ആവില്ല. ഇതൊക്കെ എന്തായിട്ട് മാറും? വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറും. ഈ പറയുന്ന എക്സെപ്ഷണൽ കേസുകളെല്ലാം തന്നെ എന്തായിട്ട് മാറും? നൾ ആൻഡ് വോയിഡ് ആവില്ല, പകരം എന്താവും? വാലിഡ് ആവും. കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ becomes valid in certain cases. These are the exceptional cases to the rule no consideration no contract. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ല എന്നുള്ള റൂളിന് വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ ആ റൂളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളാണ് ഈ പറയുന്നതെല്ലാം. ഓക്കെ, അതിൽ ഒന്നാമത്തത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. എ പ്രോമിസ് മെയ്ഡ് ബൈ ദി നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. എന്താണ് നാച്ചുറൽ ലവ്? ഓക്കെ, നാച്ചുറൽ ലവ് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ലവ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? അച്ഛനും മകളും, അച്ഛനും മകനും, ഭാര്യയും ഭർത്താവും. ഓക്കെ, ഇത്തരത്തിലുള്ള ബന്ധങ്ങളാണ് എന്ന് പറയപ്പെടുന്നത് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഫോർ എക്സാമ്പിൾ പറയാം, ഭാര്യയും ഭർത്താവും, അച്ഛനും മകനും ഒക്കെ
അച്ഛനും മകളൊക്കെ വരും. ഓക്കെ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ഇത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 25 സബ്സെക്ഷൻ 1ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞ അച്ഛനും മകനും അച്ഛനും മകളും ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെയുള്ള ആ ഒരു സ്നേഹത്തെയാണ് നമ്മൾ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോമിസ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷന് മുകളിൽ എടുക്കുകയാണെങ്കിൽ അവിടെ കൺസിഡറേഷൻ നിർബന്ധമില്ല. എ പ്രോമിസ് മെയ്ഡ് ബൈ on the basis of natural love and affection, consideration is not necessary. The contract becomes valid. Contract എന്തായി മാറും? വാലിഡ് ആയിട്ട് മാറും. കണ്ടീഷനുകൾ പറയുന്നത് it must be in writing. വെറുതെ പറഞ്ഞാൽ പോരാ. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആണെങ്കിൽ പോലും ആ പ്രോമിസ് റിട്ടൺ ചെയ്തിരിക്കണം. The promise must be in writing. Okay, then made on the account of natural love and affection. നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ പ്രോമിസ് വെക്കേണ്ടത്. അതുപോലെ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. ആ കരാർ ഏർപ്പെടുന്ന രണ്ടാളുകൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരിക്കണം. അച്ഛനും മകളും അച്ഛനും അമ്മയും അച്ഛനും മകനും ഒക്കെ തമ്മിലുള്ള ബന്ധം ഭാര്യയും ഭർത്താവും പോലെയുള്ള ബന്ധമായിരിക്കണം എന്നാണ് പറഞ്ഞത്. രജിസ്റ്റേർഡ് അണ്ടർ ദി ലോ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ആ പ്രോമിസ് ആ കരാർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ the contract must be valid without the consideration. കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? ആ കരാർ വാലിഡ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും. ഭർത്താവ് എന്ത് ചെയ്യും? ഒരു പ്രോമിസിൽ ഏർപ്പെടുന്നു. ഭാര്യയ്ക്ക് എല്ലാ മാസവും നിശ്ചിത തുക ഞാൻ നൽകിക്കൊള്ളാം എന്നുള്ളത്. ഓക്കെ, ആ കരാർ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും? വാലിഡ് ആവും. ഭർത്താവ് ഭാര്യയ്ക്ക് പണം കൊടുക്കാമെന്നല്ലേ പറഞ്ഞത്? അതിന് ഭാര്യ തിരിച്ചെന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കൺസിഡറേഷൻ വേണോ? വേണ്ട. വിത്തൗട്ട് എനി കൺസിഡറേഷൻ ദ കോൺട്രാക്ട് ബിക്കംസ് വാലിഡ്. ഓക്കെ, പ്രോമിസറായ ഹസ്ബൻഡ് പ്രോമിസി ആയിട്ടുള്ള വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞു, ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. സാധാരണ കേസിൽ പ്രോമിസർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം. പക്ഷെ ഇവിടെ കൊടുക്കണോ? വേണ്ട. ബിക്കോസ് ദ കോൺട്രാക്ട് മെയ്ഡ് ഓൺ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. സെക്കൻഡ് വൺ, കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസ്. നഷ്ടപരിഹാരം കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നേരത്തെ ചെയ്തതായ സ്വമേധയാ ചെയ്തതായ ഒരു സേവനത്തിന് എന്തെങ്കിലും കോമ്പൻസേഷൻ നൽകുക. എക്സാമ്പിൾ വോളണ്ടറി സർവീസ് സ്വമേധയാ സേവനമാണ് നൽകുന്നത്. റെന്റഡ് ഫോർ പ്രോമിസർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സേവനം നൽകിയതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാം, പി ഫൈൻസ് ആർട്സ് പേഴ്സ്. പി എന്ന് പറയുന്ന വ്യക്തി ആർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സ് അയാൾക്ക് കിട്ടുകയും അതെന്ത് ചെയ്തു? ആറിന് കൊടുക്കുകയും ചെയ്തു. അതിന്റെ യഥാർത്ഥ ഓണർക്ക് എന്ത് ചെയ്തു? കൊടുക്കുകയും ചെയ്തു. ആർ പ്രോമിസസ് ടു ഗിവ് 10,000 rupees ടു പി. പേഴ്സ് കണ്ടെത്തിയതായ പിക്ക് ആർ എന്ന് പറയുന്ന പേഴ്സിന്റെ ഉടമ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്ട്. ഇനി എന്ത് ചെയ്യണം? പി തിരിച്ചൊന്നും കൊടുക്കേണ്ടിയില്ല. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. കഴിഞ്ഞു പോയതായ ഒരു സ്വമേധയാ ഉള്ള സന്നദ്ധ സേവനത്തിന് നഷ്ടപരിഹാരം നൽകുന്നത്. അവിടെ കൺസിഡറേഷൻ നിർബന്ധമില്ല. ദ കോൺട്രാക്ട് ബിക്കംസ് വാലിഡ്. തേർഡ് വൺ, പ്രോമിസ് ടു പേ ടൈം ബെയർഡ് ഡെറ്റ്. ടൈം ബെയർഡ് എന്ന് വെച്ചാൽ എന്താ? കാലം കഴിഞ്ഞു പോകുമ്പോൾ തടയപ്പെട്ടത്, കാലത്താൽ തടയപ്പെട്ടതായ കടമാണെന്ന് അറിയപ്പെടുന്നത് ടൈം ബെയർഡ് ഡെറ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ ഈസ് ഇൻഡെപ്റ്റഡ് ടു സി. സി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ആര് കടം വാങ്ങിയിട്ടുണ്ട്? എ എന്ന് പറയുന്ന വ്യക്തി കടം വാങ്ങിയിട്ടുണ്ട്. എത്ര രൂപ വാങ്ങിയത്? ₹16,000, 60,000 രൂപ. ബട്ട് ഇറ്റ് ഈസ് ടൈം ബെയർഡ് ബൈ ലിമിറ്റേഷൻ ആക്ട്. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം അത് എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം ബെയർഡ് ആയിട്ടുണ്ട്. അതായത് ആ പണം തിരിച്ചു കൊടുക്കേണ്ട കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായി എ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും സി എന്ന് പറയുന്ന വ്യക്തിക്ക് 60,000 രൂപ വാങ്ങാൻ പറ്റില്ല. ഓക്കെ, എ സൈൻസ് എ റിട്ടൺ പ്രോമിസ് ടു പേ. എ എന്ന് പറയുന്ന കടം വാങ്ങിയ വ്യക്തി റിട്ടൺ എ പ്രോമിസ് ടു പേ, ഒരു എഴുതി തയ്യാറാക്കുന്ന പ്രോമിസ് ടു പേ 50,000. 60,000 ആണ് കടം വാങ്ങിയത്. പകരം എത്ര കൊടുക്കുന്നത്? 50,000, 50,000 കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ദിസ് കോൺട്രാക്ട് ഈസ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഇത് കൺസിഡറേഷൻ കൊടുക്കാത്ത കോൺട്രാക്ട് ആണ്. ഇറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്ട്. ഓക്കെ,
ടൈം വേർഡ് ഡെറ്റ് ആണ്, കാലം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ തിരിച്ച് കൊടുക്കേണ്ടതായിട്ടുള്ള ഡെറ്റ് ആണ്, കടമാണ്. അടുത്തത് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കോൺട്രാക്ട് ഓഫ് ഏജൻസി, ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യും, രണ്ട് പേരുണ്ടാവും, പ്രിൻസിപ്പൽ ഉണ്ടാവും, ഏജന്റ് ഉണ്ടാവും. പ്രിൻസിപ്പൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആര്? ഏജന്റ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉള്ള കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അവർ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ആസ് പെർ ദി സെക്ഷൻ 185 185 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ഒരു ഏജൻസി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസിഡറേഷൻ നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ദി കേസ് ഓഫ് കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. കംപ്ലീറ്റഡ് ഗിഫ്റ്റിന്റെ കേസിലും എന്താണ്? എന്തില്ല? there is no consideration is necessary for completed gift. അടുത്തത് ചാരിറ്റി, അല്ലേ? ധർമ്മം ചെയ്യാം, അല്ലേ? നമ്മൾ ചാരിറ്റി ആയി പൈസ കൊടുക്കുക. അതായത് ഒരാളെന്ത് ചെയ്യുന്നു? കുറച്ച് പൈസ കൈമാറുന്നു, ആ പൈസ എന്ത് ചെയ്യുന്നു? മുഴുവനായിട്ടും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് അയാൾ പ്രോമിസ് ചെയ്താൽ അതിന് എന്തുണ്ടാവില്ല? എന്തിൻ്റെ ആവശ്യമില്ല? കൺസിഡറേഷൻ തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻ ദി കേസ് ഓഫ് ബെയിൽമെന്റ്, in the case of bailment, section 148 പ്രകാരം, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 148 പ്രകാരം, കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് പ്രകാരം എന്താണ്? ഇവിടെ കൺസിഡറേഷൻ നിർബന്ധമില്ല. എന്താ ബെയിൽമെന്റ് പറഞ്ഞാൽ? നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു നമ്മൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഓക്കെ, ആ ഉപയോഗം കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? തിരിച്ചു നൽകുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ പുട്ടുകുറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പാത്രമുണ്ട്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു? ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു? ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും എഗ് ബീറ്റർ ഉണ്ട് വിചാരിക്കുക. ഇതൊക്കെ നിങ്ങൾ അടുത്ത വീട്ടുകളിലേക്ക് കൊടുക്കാറില്ലേ? അവർക്ക് ഉപയോഗത്തിന് വേണ്ടിയിട്ട്. ആ ഉപയോഗം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? തിരിച്ച് തരികയും ചെയ്യും. നമ്മൾ ഓണർഷിപ്പ് മാറുന്നുണ്ടോ? അതിൻ്റെ ഉടമസ്ഥരാരാണ്? നമ്മൾ തന്നെയാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബെയിൽമെന്റ്. അപ്പൊ നമ്മൾ വീട്ടിൽ വന്നാണ്ട് ഒരു ചേച്ചി എന്ത് ചെയ്തു? നമ്മുടെ അയൽവാസിയായ ചേച്ചി എന്തെങ്കിലും ഒരു കുട്ടുകുറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്തു? മേടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. അവരത് തിരിച്ചു തരുമ്പോൾ അവരെന്തെങ്കിലും വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. ബെയിൽമെന്റ് പ്രകാരം കൺസിഡറേഷൻ നിർബന്ധമില്ല, പൈസ കൊടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ പറഞ്ഞത്. കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള എക്സെപ്ഷണൽ കേസുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതായത് കൺസിഡറേഷൻ ഇല്ലെങ്കിൽ കോൺട്രാക്ട് ഇല്ല എന്നുള്ള റൂളിന് വിപരീതമായിട്ടുള്ള ഘട്ടങ്ങൾ, അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ നാച്ചുറൽ വെർബൽ അഫെക്ഷൻ, എക്സാമ്പിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസ്, പിന്നെ പ്രോമിസ് ടു പേ, ടൈം വേർഡ് ഡെറ്റ്, അതുപോലെ കോൺട്രാക്ട് ഓഫ് ഏജൻസി, കംപ്ലീറ്റഡ് ഗിഫ്റ്റ്, ചാരിറ്റി, ബെയിൽമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ